കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട്. അപ്പോൾ 2 കോടിയോളം രൂപ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ കവടിയാർ കൊട്ടാരത്തിൽ പരിശോധന നടക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണറാണ് കൊട്ടാരത്തിൽ പരിശോധന നടത്തുന്നത്. ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുന്നതായിരിക്കും. അമൽ തേരമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിനു മുൻപ് പ്രതികരണത്തിലേക്ക്. സസ്പെക്ട് ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അവരുടെ മൊഴിയെടുക്കലൊക്കെ മൊഴി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ സാർ? നിലവില് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കുന്നുണ്ട്. എനിക്ക് പറയാൻ പറ്റില്ല. അമൽ തേരമ്പറമ്പിൽ വിവരങ്ങൾ നൽകും. അമൽ, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? എന്തെല്ലാം കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? പ്രതീക്ഷ, പരിശോധന പൂജ കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നിരുന്നത്. കവടിയാർ കൊട്ടാരത്തിലേക്ക് എത്തി ഇവിടെ നിന്നും മോഷണം പോയി എന്നുള്ള പരാതിയിൽ ഒരു പരിശോധന നടന്നു. പ്രാഥമിക പരിശോധനയാണ് നടന്നത്. കാര്യങ്ങൾ വ്യക്തതയില്ല എന്നുള്ളതാണ് കമ്മീഷണർ കെ കാർത്തിക് ഈ പരിശോധന പൂർത്തിയായി ഇവിടെ നിന്നും മടങ്ങുമ്പോൾ പ്രതികരിച്ചത്. അകത്തെത്തി പ്രാഥമികമായി കാര്യങ്ങൾ എല്ലാവരോടും ചോദിച്ചറിഞ്ഞു. ഒരു ലക്ഷ്മിബായിയുടെ പരാതിയിലായിരുന്നു പെരൂർക്കട പോലീസ് കേസെടുത്തത്. DGPക്കാണ് പരാതി നൽകിയത്. ആ പരാതി പിന്നീട് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഈ വിഷയത്തിൽ ഒരു പരിശോധനയൊന്നും ഇതിനു മുൻപ് നടന്നിരുന്നില്ല. 2 കോടി രൂപയോളം വില വരുന്ന ആഭരണങ്ങൾ കാണാതായി എന്നുള്ളതാണ് പരാതിയിൽ ഗൗരി ലക്ഷ്മിബായി പറഞ്ഞിരുന്നത്. ഡിസംബർ മാസം അല്ലെങ്കിൽ നവംബർ മാസം ആ സമയത്ത് എപ്പോഴോ ആണ് ഈ ആഭരണങ്ങൾ കാണാതായത് എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. എപ്പോഴാണ് കാണാതായതെന്ന് കൃത്യമായി ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അതിൽ ആദ്യഘട്ട പരിശോധന നടന്നിരിക്കുന്നു. ഒരുപക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്കോ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൊട്ടാരത്തിലെ ജീവനക്കാരുണ്ട് 45 ആളുകൾ. അതോടൊപ്പം തന്നെ 4 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് ഇവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയും. അതിനുശേഷം പിന്നീട് ചില വ്ളോഗർമാരും മറ്റുമൊക്കെ സമീപകാലത്ത് കൊട്ടാരത്തിൽ വന്ന് അവരുടെ വ്ളോഗും മറ്റുമൊക്കെ ഷൂട്ട് ചെയ്ത് പോയിരുന്നു. അങ്ങനെ വന്നുപോയ ആളുകളുണ്ട്. ഈ ആളുകളെ എല്ലാം കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ഒരു പരിശോധനയും വിവരശേഖരണവുമൊക്കെയാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. വിശദമായ അന്വേഷണവും അതോടൊപ്പം തന്നെ പരിശോധനകളുമെല്ലാം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും.